അടിപൊളി മഴ വന്നിട്ടില്ല, നല്ല തണുത്ത കാറ്റ്. ഓൾറെഡി കുറച്ച് ദിവസമായിട്ട് നല്ല ഇതുണ്ട് കേട്ടോ. ഈ കാലാവസ്ഥയിൽ നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ ദുബൈയിൽ. രാത്രിയല്ല, നമുക്ക് രാത്രി ഒരു ഇതുണ്ട്, വാക്കിംഗ് ഉണ്ട്. നമ്മൾ 2-3 ആൾ കൂടിയിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ വാക്കിങ്ങിന്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ എന്റെ വീഡിയോന്റെ കമ്മലിൽ വരുന്ന ഒരു കാര്യമുണ്ട്, ഹൈറിച്ചിന്റെ അപ്ഡേഷൻ എന്തായിരുന്നു അത് പിന്നെ പറഞ്ഞ കേട്ടോ. പിന്നെ ഇപ്പോ ഞാൻ പറഞ്ഞ ഈ കാണുന്ന ഇതുണ്ടല്ലോ, അത് കാണിച്ചു കൊടുത്തേക്ക്. ഈ കാണുന്നതാണ് ദുബൈയിലെ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടൽ. വെറുതെ ഇരുന്നോട്ടെ ഇൻഫർമേഷൻ. വാ തിരിച്ചു വാ. കണ്ട മിന്നലെറിഞ്ഞാണ്ട് ഇപ്പൊ മിന്നറിയിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ നാട്ടിൽ ചറവറോന്ന് മഴ പെയ്യില്ല, കുറച്ച് മഴ പെയ്യും. പക്ഷെ അത് തന്നെ നമുക്ക് എന്താന്ന് വെച്ചാല് ഇറങ്ങാൻ മടിയാ. അപ്പൊ നമ്മൾ 3 ആളും കൂടി ഇന്ന് ഇറങ്ങി. നല്ല തണുത്തായിട്ട് എന്താ സുഖം, നാട്ടിലെത്തിയ പോലെ ഒരു പ്രതീതി. പിന്നെ ഇവിടുത്തെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിട്ടി. കുറച്ച് ചെറിയ ഇതുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ലാടായിട്ടുള്ള സ്പ്രെഡായിട്ട് ചില സ്ഥലങ്ങളുണ്ടല്ലോ കൊളമായിട്ട് മാറും. അപ്പൊ ഇപ്പൊ ഞാൻ വന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് നമുക്കൊരു കാര്യം, ഇത് നമ്മളെ റൂംമേറ്റാണ്, എൻ്റെ സുഹൃത്താണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ചെഫാണ് ഇവർ. നല്ല ഹെൽത്തി ഫുഡ് ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു ചെഫ്. ഈ ചെഫിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഏത് ഓക്കെ ഷെഫ് അപ്പോ നല്ല വാക്കുകൾ തെറ്റും ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഇദ്ദേഹത്തിന് ഞാൻ ഇവിടെ എന്തിനാ നിർത്തിയെന്ന് ചില കാര്യങ്ങൾ. അപ്പോ എന്തിനാ നമ്മളെ കേരളത്തിലെ ഒരു സ്ഥലത്ത് ഒരു ഡിസ്ട്രിക്റ്റില്, അപ്പൊ ഡിസ്ട്രിക്റ്റ് നമ്മൾ വെറുതെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ പറയാ, ഇവിടെ ഉണ്ടാവുന്നതാണ്. എല്ലാവരുടെയും നല്ലതും ചീത്തയും ഉണ്ടാവും. ഇപ്പൊ ഒരു ഡിസ്ട്രിക്റ്റിൽ എന്തെങ്കിലും നമ്മളെ മാധ്യമ പ്രവർത്തകർ ആ ഡിസ്ട്രിക്റ്റിന്റെ പേര് കൊടുക്കുക. സംഭവം അവിടെയാണല്ലോ നടന്നത്. അത്രേ കണ്ടാൽ മതി. അപ്പൊ ഞാനെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ഒരു ഇഷ്യൂല് ഫുഡിന്റെ നാട്ടാ അവിടെ ഫുഡ് കഴിച്ചിട്ട് കുറെ ആൾക്കാർക്ക് വിഷബാധ ഏറ്റു. ഭക്ഷ്യ വിഷബാധ അങ്ങനെയല്ല പറയാ, അതെ. അപ്പൊ ആ ഹോട്ടൽ എന്ന് പറഞ്ഞാല് ചിക്കനും ഷവായും പിന്നെ അതേപോലെ തന്നെ ഷവർമ അങ്ങനെയെങ്കിലും കൊടുക്കുന്ന ഒരു ഹോട്ടലാന്നാ പറഞ്ഞത്. സ്ഥലം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് അറിയാം എവിടെയാ സ്ഥലം, ഞാൻ എന്തിനാ പറയണ്ട. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എന്താ, നമ്മളെ ഈ ഫുഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അത് അതിന് അത്ര പവിത്രത കൊടുക്കണം. എന്നാൽ അവിടെ ആ സംഭവം നമ്മളവിടെ ഇല്ല. കാരണം ഒരു പൈസ എന്ന് പറഞ്ഞ കാര്യം മാത്രം അതേ ഉള്ളൂ. പൈസ ഈ കാലഘട്ടത്തിൽ പൈസ തന്നെ പോണം എല്ലാവർക്കും. ഭക്ഷണം മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് അധ്വാനിക്കുന്നത്. ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നത്. പക്ഷേങ്കിൽ ആ ഭക്ഷണത്തിലും മായം, ഭക്ഷണ സാധനത്തിലും മായം, എല്ലാത്തിലും മായം. പിന്നെ അതേപോലെ തന്നെ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഈ നമ്മളിപ്പോ ഫുഡ് ഉണ്ടാക്കുന്നേരം അപ്പൊ ബാക്കി വന്ന ഫുഡ് എന്താ ചെയ്യാന്ന് വെച്ചാല് അതായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ കളയുക. അന്ന് രാത്രി ക്ലിയർ ആണ്, ശരിയല്ലേ? ഇപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഹോട്ടലുകാർ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. എനിക്കൊരിക്കൽ പണി വാളിയിട്ടുണ്ട്. ഞാൻ ഒരു ഹോട്ടലിലെ പേര് ഞാൻ പറഞ്ഞില്ല, കാരണം ഞാൻ ഒരു സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാല് ആ സ്ഥാപനത്തിനെതിരെ അതൊരു വലിയ അവരൊരു സ്ഥാപനം വലിയ പൈസ കൊടുത്തിട്ട് ഒരുപാട് സ്റ്റാഫുകൾ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിർത്തുന്നത്. അപ്പൊ നമ്മൾ അവർ വയറ്റം തടിക്കുന്നില്ല. ഈ ഫാക്ട് ഹോട്ടലിൽ നിൽക്കുന്ന ആൾക്കാരും കേൾക്കണം, പിന്നെ നിങ്ങൾ കഴിക്കുന്ന ആൾക്കാരും കേൾക്കണം. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ഒരു പണി കിട്ടിയത്, ഞാൻ ഒരു കപ്പ ബിരിയാണി എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഉണ്ട്. 12 ദറാംസ്. അപ്പൊ 12 ദറാംസ് കേരളത്തിൽ ഇന്ത്യയിലെ ഒരു 300 റുപ്യാന്ന് ചോദിച്ചാൽ ഓക്കെ, അത്ര നമ്മൾ ആ പോസ്റ്റർ കണ്ട് നമുക്ക് ആശ തോന്നിട്ട് അതിനുള്ളിൽ കയറിയിട്ട് ഒരു 5, 10, 15 മിനിറ്റ് 20 മിനിറ്റ് എടുത്ത് സാധനം കയറിയിട്ട് വന്നു നോക്കുന്നേരം വായിൽ വെക്കാൻ പറ്റുന്നില്ല. നമുക്ക് അന്നേരം തന്നെ മനസ്സിലായി അതിന്റെ ടേസ്റ്റ് മാറ്റം. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചത് അതിന്റെ കറിയും ഇതിന്റെ കപ്പയും തീരെ ഒരു മാച്ചിങ് ഇല്ല. തിന്ന് കഴിഞ്ഞിട്ടില്ല, വായിൽ കുളുകുളുന്നാണ് സത്യം. എനിക്ക് പണി പാളി. എന്നിട്ട് ഞാൻ ആ ഹോട്ടലുകാരൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ദേഷ്യം പിടിച്ചിട്ടൊന്നും പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ദേഷ്യം പിടിക്കാറില്ല. എന്തിന്? പക്ഷെ ഞാൻ മുഖത്തൊട്ടി നിങ്ങളൊരു കസ്റ്റമർ വന്നാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാണോ, വയറെന്ന് അറിയണം, മനസ്സറിയണം, എന്നാൽ മാത്രം നിങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു ഡയലോഗ് കൂടിയും പറഞ്ഞു, സിനിമ ഡയലോഗാണെന്ന് വിചാരിക്കണ്ട, ഞാൻ പറഞ്ഞെന്നറിയാം, ഞാൻ ഇനിമേൽ ഈ ഹോട്ടലിൽ ഞാൻ കാല് കുത്തൂല എന്ന് പറഞ്ഞു. ആടെ ഞാൻ കാല് കുത്തിയില്ല, അത് സത്യം. ആ ഹോട്ടലുകാർ മാനേജ്മെന്റ് മാറിയതിനു ശേഷമാണ് ഞാൻ കാല് കുത്തിയത്. അതെന്ന് വെച്ചാല് അത് ഹോട്ടലെടുത്ത് ഇപ്പൊ എന്റെ സുഹൃത്താണ്, നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാനിപ്പോ പറയുന്നുണ്ടില്ല, എന്തുകൊണ്ടായിരിക്കും ഇതിന് എന്താ പറയാ ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുന്നത്? പറ, ഒച്ചത്ത് പറ, കേൾക്കണം. മൈക്ക് ദൂരെയാ ഉള്ളത്, അടുപ്പിച്ചോ അല്ലെങ്കിൽ കുറച്ച്. ഞാൻ പറയട്ടെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളത് പഴകിയ സാധനം
ഇല്ല സാധനം ഇങ്ങനെ പഴകി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കും, എന്നിട്ട് നീട്ടി കൊടുക്കും. ആര് വന്നാലും ഈ ഫ്രഷ് ഉണ്ടാക്കി തരാന്ന് പറയും. എന്നിട്ട് അതേ സാധനം എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചൂടാക്കിയിട്ടാണ് കൊടുക്കുക. ഒന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പഴയ സാധനങ്ങൾ, പഴയ പച്ചക്കറികൾ, ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ ഹോട്ടലിൽ അവർ തക്കാളിയെല്ലാം ഉണ്ടല്ലോ കെട്ട ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് അതേ മുറിച്ചിട്ട് തട്ടുന്നു. എന്നുവെച്ചാൽ എന്തിനാ അവർ കട്ട സാധനം മേടിക്കുന്നത്? പൈസ ലാഭിക്കാൻ, വേറൊരു പണ്ടാക്കൂല. ഈ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യന്മാർ ഇവരെ വീട്ടുകാരും ഇവരെ മക്കളല്ല തിന്നുന്ന ഈ നമ്മളെ പോലത്തെ കസ്റ്റമറെ പൈസ കൊണ്ടാ. എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന ഏതാ? കട്ട സാധനത്തിന്റെ ഫുഡ്. അതിനൊത്താണ് അവർ കുടുംബം മൊത്തം ഇതാക്കുന്നത്. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിയർ എക്സ്പയറി എന്ന് പറയുന്ന സംഭവം ഉണ്ട്. നിയർ എക്സ്പയറി കച്ചറ തട്ടുന്ന സാധനം ഇവരെ വിളിച്ചിട്ട് ഫോൺ വിളിക്കും, സെറ്റിംഗ് എല്ലാം ഉണ്ടാവും. അങ്ങനത്തെ സാധനം. പിന്നെ വില കുറഞ്ഞ താണ സാധനങ്ങൾ ഇട്ടിട്ട് കൊടുക്കുന്ന കുറേ ഹോട്ടലുണ്ട്. കാരണം എന്താ? പൈസ. പിന്നെ ഞാൻ 100% അവർ കുറ്റം പറയില്ല. കാരണം ഈ സമൂഹത്തിൽ ഒരു കട എടുക്കണമെങ്കിൽ എന്തിനാ വാടക? ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല, ഒരു മനുഷ്യന് ജീവിക്കാനുണ്ടല്ലോ ബുദ്ധിമുട്ടില്ല. പക്ഷെങ്കിൽ ഇവർ വാടക ഉണ്ടല്ലോ, ഒരു റെന്റ് എന്ന് പറഞ്ഞാൽ വലിയ റെന്റ് എടുക്കുക. അങ്ങനത്തെ റെന്റ്. പിന്നെ ഞാൻ പറഞ്ഞാൽ കുറെ കൂടി പോകും, വേണ്ട. അങ്ങനത്തെ റെന്റും അതും ഇതെല്ലാം ഈ ഇത് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് എന്താ കൊടുക്കുക? അവർ കെട്ട സാധനം തന്നെ കൊടുക്കുക. അവർക്ക് ഇതാക്കണ്ടേ? അവർക്ക് 10-20 സ്റ്റാഫുകൾ ഉണ്ടാവും. അവർക്ക് എന്തുണ്ട്? ഞാൻ 2 വശം കൂടി ഞാൻ സംസാരിക്കുന്നത്. പക്ഷെങ്ങളുണ്ടല്ലോ ആർക്കും ഭക്ഷണം കൊടുക്കുന്നതിന്. പക്ഷെ ഒരു കാര്യം, ഹോട്ടലുകാർ അവർ പറഞ്ഞ പൈസയാണ് കസ്റ്റമർ കൊടുക്കുക. അപ്പം കസ്റ്റമറിന് മനസ്സും വയറും നിറയുന്ന ഫുഡ് കൊടുക്കണം. പിന്നെ ഒരിക്കലും ഉണ്ടല്ലോ പഴകിയ സാധനം വെക്കാൻ പാടില്ല. നിങ്ങൾ രാത്രിയൊക്കെ ക്ലിയർ ആക്കി. എന്തുകൊണ്ട് നിങ്ങൾ ക്ലിയർ ആക്കുന്നില്ല? നിങ്ങൾ എന്തിനാ മനുഷ്യന്മാർക്ക് വിഷബാധ ഏൽക്കാൻ കൊടുക്കുന്നത്? അവരെ പൈസ കൊണ്ടല്ല ഇവരും പിന്നെ ഇവരുടെ മക്കളും അവരെല്ലാം ജീവിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? ഇതൊന്നുമില്ല ഈ കാലഘട്ടത്തിൽ. പൈസ പണ്ടാരം പൈസ. നമുക്ക് ജീവിക്കണ്ടേ? സത്യമായിട്ടും എല്ലാവരും പോയി പൈസ ഇല്ലെങ്കിൽ നായിന്റെ വില പോലും ഉണ്ടാവില്ല. ഒരാൾ വീണ് കഴിഞ്ഞാലുണ്ടല്ലോ ഒരാൾ പോലും തിരിഞ്ഞു നോക്കൂല. അങ്ങനത്തെ കാലഘട്ടം. അനിയന് വേണ്ട, ഏട്ടന് വേണ്ട, ഉമ്മാക്ക് വേണ്ട, ഉപ്പാക്ക് വേണ്ട, ആർക്കും വേണ്ടാത്തൊരു ഇതാണ് പൈസ ഇല്ലാത്തോണ്ട്. എന്തിനാ ഇങ്ങനെ ബൈ? അപ്പൊ ഞാൻ പറഞ്ഞതല്ല, അതുകൊണ്ടാണ് ഇത്. പിന്നെ ലാസ്റ്റത്തെ ഒരു കാര്യം കൂടി, ഹൈറിച്ചിന്റെ എന്ന അപ്ഡേഷൻ നാളെയാണ് കേട്ടോ. അതിന്റെ ഹൈറിച്ചിന്റെ ഇതുള്ളത് കോടതിയിൽ വിധിയുള്ളത്. അപ്പൊ നമുക്കത് നാളെ അറിയും. എന്തായാലും തിരിച്ചു വരും, ഉറപ്പാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഞാൻ കുറച്ച് മഴയെല്ലാം നനയട്ടെ. പിന്നെ രണ്ടാമത്തെ കുറച്ച് വാക്കിങ്ങെല്ലാം ചെയ്താൽ നല്ല രസമാണ്. ക്രേസി ആയിട്ട് ഇങ്ങനെ നടക്കാമല്ലോ. വെച്ചോ നിർത്തിക്കളയോ.